Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കുഴഞ്ഞു വീണ റെയിൽവേ യാത്രക്കാരൻ തിരികെ ജീവിതത്തിലേക്ക്. അപരിചിതനായ ഇയാളെ സംയോജിതമായ ഇടപെടലിലൂടെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലാണ് സഹയാത്രികർ. ട്രെയിൻ യാത്രക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ യാത്രക്കാരന് തുണയായത് സഹയാത്രികരുടെ സംയോജിതമായ ഇടപെടൽ. അപരിചിതനായ യാത്രക്കാരനെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് വിലപ്പെട്ട ഒരു ജീവൻ വിലപ്പെട്ട ഒരു ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ നിർവൃതിയിലാണ് അവർ. റാന്നി സ്വദേശി മല്ലപ്പള്ളി അമ്പാട്ടുഭാഗം ഗവൺമെൻറ് LP സ്കൂളിലെ പ്രധാന അധ്യാപകനായ മോൻസി കുര്യൻ ബന്ധുമിത്രാദികളെ സന്ദർശിച്ച് തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പരശുറാം എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോൾ ദേഹാസ്വസ്ഥം ഉണ്ടായത്. ട്രെയിൻ ചാലക്കുടി കഴിഞ്ഞപ്പോൾ ശരീരം വിയർക്കുകയും അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്ത മോൻസി ട്രെയിനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ട്രെയിൻ അങ്കമാലിയിലെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. സംഭവമറിഞ്ഞ ചാലക്കുടി MP ബെന്നി ബെഹ്നാൻ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിലിനെ വിളിക്കുകയും അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റിക് നടത്തുകയും ചെയ്തു. ചികിത്സയ്ക്കു ശേഷമാണ് MPയും ആശുപത്രി അധികൃതരും മോൻസിയുടെ ബന്ധുമിത്രാദികളെ ബന്ധപ്പെടുകയും റാന്നിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ എത്തുകയും ചെയ്തത്. സഹയാത്രികർ, സ്റ്റേഷൻ മാസ്റ്റർ, ഫയർഫോഴ്സ്, MP എന്നിവരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് മോൻസിയുടെ ജീവൻ രക്ഷിക്കാനായതെന്ന് ചികിത്സ നടത്തിയ കാർഡിയോളജി ഡോക്ടർമാരായ ഡോക്ടർ സാജൻ നാരായണൻ, ഡോക്ടർ സ്റ്റിജി ജോസഫ്, ഡോക്ടർ അൻവർ, ഡോക്ടർ രാജേഷ്, ഡോക്ടർ ഹരീഷ് എന്നിവർ പറഞ്ഞു. മോൻസിയുടെ രക്തക്കുഴലിൽ ഒരു ബ്ലോക്കാണ് ഉണ്ടായിരുന്നതെന്നും ഉടൻ നീക്കം ചെയ്തതുകൊണ്ടാണ് മോൻസി പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കുന്നതെന്നും ഡോക്ടർ സാജൻ നാരായണൻ പറഞ്ഞു. ആ സമയത്തിനകത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയതാണ് അദ്ദേഹത്തിന് ഇത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വീട്ടിൽ ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് ഡോക്ടറുടെ മറ്റേ മെഡിക്കൽ ഫെസിലിറ്റിയുടെ മാത്രം ഒരു കഴിവായിട്ട് പറയാനില്ല. ആ സിസ്റ്റം അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ വെച്ചാൽ ഡോക്ടർക്ക് ഈ ആശുപത്രിയിൽ രോഗി വന്നതിന് ശേഷം മാത്രമേ റോളുള്ളൂ. അത് രോഗിയെ എത്തിക്കേണ്ടത് ആ സിസ്റ്റത്തിൻ്റെ കഴിവാണ്. അത് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു അവയർനെസ്സിനെയും അതിൻ്റെ ആ പ്രോംപ്റ്റ് റെസ്പോൺസിന്, ആ സീരിയസ്നെസ്, ആ കണ്ടീഷൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എല്ലാവരും സ്റ്റേഷൻ മാസ്റ്റർ മുതൽ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഓരോ ജീവനും വളരെയേറെ വിലപ്പെട്ടതാണ്. മോൻസിക്ക് ദൈവം സഹായിച്ച് ഏറ്റവും നല്ല രീതിയിൽ സേവനം ചെയ്യാനായിട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് സാധിച്ചു. ഏറ്റവും നല്ല രീതിയിൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് സമയത്ത് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ടീം മെമ്പേഴ്സ് എല്ലാവരും, നമ്മുടെ എല്ലാ കാർഡിയോളജി ടീം എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായിട്ട് തെരഞ്ഞെടുപ്പിൽ അഭിനന്ദിക്കുന്നു. ഇത് ഇവിടെ മോൻസി എത്താനും സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി ബെഹ്നാൻ സാറിനും മറ്റുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മോൻസിക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒത്തിരി നാൾ ജീവിക്കാനായിട്ട് സാധിക്കട്ടുള്ള ചെറു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ജീവിതം ഈശ്വരൻ നൽകിയത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. ചികിത്സിച്ച ഡോക്ടർമാരോടും മറ്റു ആശുപത്രി അധികൃതരോടും MPയോടും സ്റ്റേഷൻ മാസ്റ്ററോടും ഫയർഫോഴ്സിനോടും ട്രെയിനിൽ കൂടെ യാത്ര ചെയ്ത സഹയാത്രികരോടും നന്ദി പറഞ്ഞാണ് മോൻസി ആശുപത്രി വിട്ടത്. യാത്രയിൽ വളരെ ബുദ്ധിമുട്ടോടാണ് ഞാൻ വന്ന് അങ്കമാലിയിൽ ഇറങ്ങുന്നത്. ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പം കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ വളരെ നല്ലതായ രീതിയിൽ തന്നെ എന്നോട് പെരുമാറി. എനിക്ക് വേണ്ടതായ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. സ്റ്റേഷനിലിറക്കി എന്നെ സ്റ്റേഷൻ മാസ്റ്ററോട് അവർ തന്നെ പോയി പറയുകയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സുകാർ, അവരുടെയും സേവനം വളരെ ബ്ലോക്കുള്ളതായ റോഡിലായിരുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്ത സുജിത് പോൾ എന്ന് പറയുന്ന RMHS വടകോട് ഒരു അധ്യാപകനുണ്ട്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം MPയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഇവിടെ വിവരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അറിഞ്ഞു. അതിന് പ്രത്യേക നന്ദി MPയോടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് പെട്ടെന്നൊരു ആശ്വാസം തോന്നിയത് എമർജൻസിയിലുണ്ടായിരുന്ന ഡോക്ടർ ഡെനി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് പൾസ് റേറ്റൊക്കെ ഞാനവിടെ കാണുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ സാജൻ ഡോക്ടറും
വളരെ പെട്ടെന്ന് കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ്, ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ അവിടെ കിടക്കുമ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഉറങ്ങാതെ വളരെ, എനിക്ക് വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടി അവർ വളരെ നല്ല സേവനം അവിടെ ചെയ്യുന്ന, അതെല്ലാം ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു.